യേശു എൻ്റെ ഇടയനാ. Jesus is my shepherd. എനിക്ക് മുട്ടുണ്ടാകത്തില്ല. I will lack in nothing. അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തും. He will make me lie down in the green field pasture. കിടത്തിയിട്ടല്ല പറയേണ്ടത്, കിടത്തുന്നതിന് മുമ്പ് പറയണം. You should not speak this after lying, but you should speak before lying. നടത്തിയിട്ടല്ല പറയേണ്ടത്, നടത്തുന്നതിന് മുമ്പേ പറയണം. Not after walking, but before he makes you walk. വഴി തുറന്നിട്ടല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്, വഴി തുറക്കുന്നതിന് മുമ്പേ. ജെരിഹോവിന്റെ കോട്ടയ്ക്ക് ചുറ്റും ആത്മനിയോഗത്തോടെ ഭക്തന്മാർ നടന്നു. ദൈവശബ്ദം പറഞ്ഞതനുസരിച്ച് the seventh day കാഹളമൂതിയപ്പോൾ, ആർപ്പിട്ടപ്പോ ജെരിഹോവിന്റെ കോട്ട പൊട്ടിയതുപോലെ ആർപ്പിടാൻ തയ്യാറാണെങ്കിൽ, സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ ചില കോട്ടകൾ പറ്റും. വാഗ്ദത്തത്തിലേക്ക്, ദൈവ മഹത്വത്തിനായി നീ കാല് വെക്കുമെന്ന് പരിശുദ്ധ പറയാൻ പറയുന്നു. God is saying to tell to some of you, this shout, the praise was not raised after the way was opened at the wall of Jericho. But if you start praising, worshiping, the walls will fall down, ways will be open for you. ഏകദേശം 430 വർഷത്തെ അടിമ മുഖത്തിൽ നിന്ന് ഹല്ലേലൂയ ദൈവജനത്തെ പുറപ്പെടുവിച്ചതെങ്കിൽ, മുന്നിൽ നിൽക്കുന്ന ഏത് മരുഭൂമിയാണെങ്കിലും, മുമ്പിൽ നിൽക്കുന്ന ഏത് അസാധ്യതകളാണെങ്കിലും, പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി തന്റെ ജനത്തിനു വേണ്ടി അവൻ ഇറങ്ങിയെങ്കിൽ, ഇപ്പോൾ നിൽക്കുന്ന യെരിഹോവിന്റെ കോട്ടയും സ്തുതിയുടെ മുമ്പിൽ മാറുമെന്ന് ആരാധിക്കുന്ന ദൈവജനത്തോട് ദൂത് പറയുക. എത്ര കോട്ട ശക്തമാണെങ്കിലും ആരാധനയുടെ നടുവിൽ അത് പൊട്ടിപ്പോകും. How much strong is the wall, but in the midst of worship, in the midst of praise, it will fall down. Amen.